വെൽക്കം ബാക്ക് കഴിഞ്ഞ ഷർഫ് വിത്ത് ഫാമിലി. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകണം. എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്? പിന്നെ പിന്നെ അയ്യോ, അവിടെ ചെറിയൊരു അടുപ്പ് കൂട്ടിയിട്ട് പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകും. ഇവരെ കൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിപ്പിക്കണം ചേട്ടാ. ഇത് പിന്നെ നമ്മൾ കൂടെ നിന്നിട്ട് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സേഫ്റ്റിയാണ് നോക്കേണ്ടത്. കാരണം ഇവരാർക്കും ഒരു പരിചയമില്ലാത്തതാണ്, ചെറിയ ഫസ്റ്റായിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെ കൂടെ തന്നെ നിന്നിട്ട് ഉമ്മയും ഞാനും ഞങ്ങളെല്ലാവരും കൂടി വട്ടം കൂടി നിന്നിട്ട് ഇവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കണം. നമുക്ക് ആദ്യം വേണ്ട സംഗതി എന്താ? അടുപ്പ്. അപ്പോൾ അടുപ്പ് ഉണ്ടാക്കാനുള്ള കല്ലെടുത്തോണ്ടി പെട്ടെന്ന് കൊണ്ടുവരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അടുപ്പുണ്ടാക്കുകയാണ്. 2 അടുപ്പും വെച്ച് ഇവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വിറക് കൊണ്ടുവരാൻ വേണ്ടി അതാ വിറക് പരിക്കല്ലേ ഇതും കൂടി ഓടിയിട്ടുണ്ട്. അതിനെന്താ? ആ, വെള്ളം ചൂടാക്കിയിട്ട് അരി ഇടും. പിന്നെ അതവന് കുറച്ചൊക്കെ അറിയാം. അരി വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നിട്ട് കറി കൂട്ടാനൊക്കെ അരി കഴുകാൻ പോകും. എന്തിനാ അരി കഴുകണേ? ചോറ് ഉണ്ടാക്കാൻ. എന്നിട്ട് അരി കഴുകിട്ട് എന്താ കാട്ടുക? നല്ലോണം അങ്ങനെ കിളുമ്പ് കയ്യേറ്റ്. അപ്പോൾ ഇതാട്ടെ നമ്മൾ കഴുകിയ അരി കുട്ടികളിതാ അരി വെള്ളത്തിൽ കിടാൻ പോവാണ്. കണ്ണൊക്കെ പൂട്ടിക്കാണ് ഇടണേ. കണ്ണിരണ്ട പൊന്നാ. തക്കാളിക്കറി ഉണ്ടാക്കാനുള്ള തക്കാളി ഇതാ കട്ട് ചെയ്യാണ് പാത്തു. അതേപോലെ അതാ ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂർ ആവുമെന്നാണ് പറഞ്ഞത്. ആ അരമണിക്കൂർ കൊണ്ട് നമ്മൾ തക്കാളി കട്ട് ചെയ്ത് കറി ഉണ്ടാക്കണം. ഉണ്ടാക്കൂലേ? എന്നാൽ കട്ട് ചെയ്ത് കൊടുക്കും. തക്കാളി ഏകദേശം കട്ട് ചെയ്ത് കഴിയാനാവണം. അപ്പോൾ അതാ ചോറ് ഇതാ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണ്. നമ്മൾ കറി ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണേ. കൂടത്തിന് നിന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. പൂർണ്ണമായിട്ട് ഓലെ ഏൽപ്പിക്കണില്ല. കാരണം ഭയങ്കര അപകടമാണ്. പുക വരണ്ട്, തീ പാളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ നിന്നിട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ തന്നെ കാശ് ചേർത്താനൊക്കെ ഞാൻ എന്താ ചെയ്യണേ? കടുകിടാനല്ല. കടുക് അപ്പളാടല്ലേ? ചൂടായിക്കിടാൻ നോക്കിയാ, ഒന്ന് കൈയിട്ട് നോക്കിയാ. ആദ്യമേ ഇറങ്ങിയതൊന്നായിട്ട്. അപ്പോൾ കടുക് ഇട്ടിട്ടാ വേണ്ട കറിവേപ്പില വേട്ടൂടെ പൊന്നാ. പോയിരുന്നാണ് അവിടെ പോയിരുന്ന തക്കാളി മുളക് ഇട്ടു. സാവധാനം ഇളക്കി കൊണ്ടിരിക്കണതാ. മഞ്ഞപ്പൊടി ഒന്നായിട്ടിട. അയ്യോ, അവിടെ ഇരുന്നോ, അവിടെ ഇരിക്കേ. ചോറ് വെന്തുകണാൻ നോക്കാൻ പോവാണേ. വെന്തുകണാ? എങ്ങനെ വെന്തുകൊണ്ട്? നമ്മൾ സാധാരണ ചോറ് കഴിക്കണ മാതിരി കഴിക്കണ. പേരുക്കുള്ള ക്യാരറ്റ് അരിഞ്ഞു കൊടുക്കാണ്ട പാത്തു. അതേപോലെ പയർ കുറച്ച് മുന്നേ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചോറ് വെന്തുകണാൻ നോക്കണം. അപ്പോൾ അതും വന്ന് നോക്കണം വെന്തുകണം ചെയ്യാന്നുള്ളത്. വെന്തുകണാ? ചോറ് ഊറ്റിയാണ് ഇഷ്യൂ. അയ്യോ, പാത്രത്തിൽ കിട്. തട്ടമ്മ പയ്യ കറിയൊക്കെ നോക്കണേ ഒന്ന് കാട്ട്. ഓള് ഇങ്ങനെ ഇരിക്കും അവിടെ. ഉണ്ടാ ഉപ്പുണ്ടോ? ആ കതിഞ്ഞേക്ക് തട്ടിക്കാളി. പിടിച്ച് അല്ലാ. അയ്യോ, നമ്മൾ ഉപ്പേരുണ്ടാക്കണം. ഉപ്പേരിക്കുള്ള എണ്ണ വയ്ക്കണം. ആണ് ചെരിഞ്ഞൂട് നട്ടൂട്. ഇളക്കി കൊടുറി.
ചോറായി, കറിയായി, ഉപ്പേരിയായി, അതേപോലെ ഇപ്പം മീൻ പൊരിക്കാനും ഉണ്ട്. അപ്പോൾ മീൻ പൊരി കൂടി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒന്ന് വട്ടയിരുത്താണ്ട് ഫുഡും കഴിക്കൂട്ട. നമ്മളിതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. ഞാനുണ്ട്, ഉമ്മ ഉണ്ട്, പെങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മളിതേപോലെ ഇങ്ങനെ കൂടെ ഇരുന്നുകൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ ഓർക്കും ഭയങ്കര രസമായിരിക്കും, ഞമ്മക്കും ഭയങ്കര രസമാണ്. അപ്പോൾ ഈ മൊബൈലിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരിക്കാനൊക്കെ പറ്റിയൊരു പരിപാടിയാണ്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ അവർക്ക് ശീലമാക്കിയാലും മറ്റെന്താ വെച്ചാൽ നമ്മൾ പോലെ മീനിൻ്റെ വലിയ ഓൾക്ക് മൊബൈൽ കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ പൊരിക്കാനുള്ള മീൻ. അപ്പോൾ ഇത് ഉമ്മച്ചി തന്നെ മുറിച്ചിട്ട് മസാല തേച്ച് അവിടെ വെച്ചിരുന്നു. അത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് പൊരിക്കാൻ നമ്മളിതാ ഒരു ഫ്രൈ പാനായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് എന്താ ചെയ്യുക? എണ്ണ വയ്ക്കണം. എണ്ണ വയ്ക്ക്. ഇട്ടോട് അതിനടുത്ത് ഇങ്ങനെ ഇട്ടോട്. അങ്ങനെ എറിയില്ല, എല്ലാം വെച്ചാൽ മതി. മറിഞ്ഞാ മീൻ പൊരിച്ചതായേ. എല്ലാ ഐറ്റംസും ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോയി ചിരിക്കാം. ഓക്കെ, പോയി ടേസ്റ്റൊക്കെ ഇരിക്കണ്ട. ഇനി അതേപോലെ ആ ചോറോടെ കൊണ്ടേക്ക്. മാമോണാ? ഉണ്ടോ മച്ച കറി? അയ്യോ, എങ്ങനെയുണ്ട്? സൂപ്പർ ആയിക്കണോ? എങ്ങനെയുണ്ട് ഇഷുവാ? സൂപ്പർ ആയിക്കണോ? സത്യമായിട്ട് ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഇഷു കറി കൂട്ടാത്ത ആൾ കറിയൊക്കെ കൂട്ടി തിന്ന്. സംഗതി എന്താ അറിയില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വേണമെന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ലോണം കഴിച്ചിക്കണം. മീനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തക്കാളി കറിയിൽ ഇത്തിരി എരിവ് കൂടി. അത് നമ്മൾ കൊടുത്ത അളവിൽ എന്താ മുളക് ഇട്ടീനോ പിന്നെ മുളുമ്പൊടി ഇട്ടീനോ, അതുകൊണ്ട് സംഭവിച്ചാണ്. യെസ്. എന്തൊക്കെയാ ടേസ്റ്റ് ഉണ്ട് ഇഷുവാ? ഒക്കെ ടേസ്റ്റ് ഉണ്ട് ഇഷുവാ? ഇഷുവിനൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ഭയങ്കര രസം. തക്കാളി കറി കൂട്ടാത്ത ആള് നല്ല തക്കാളി കറി എരിവുള്ളതിനെ കൂട്ടും. അപ്പം ഇനി എന്ന് മുതൽ തക്കാളി കറി കൂട്ടൂലേ? ഉറപ്പല്ലേ? സൂപ്പർ. ഇതായിട്ടില്ലേ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാണിക്കണേ. നമ്മളെ കുഞ്ഞ് കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ. നമ്മുടെ ചെറിയ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഉറക്കനൊരു പാട്ട് പാടിയാ? ഉറക്കനെ പാട്ട് പാട്. ജോണി Yes.